ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. റീഡിങ്ങിനോടൊപ്പം നമുക്ക് പറയാനുള്ളത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. നെഗറ്റീവ്സ് ആരും തന്നെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഫോഴ്സ്ഫുള്ളി. കാരണം വെച്ചാൽ നെഗറ്റീവ് നമുക്ക് നല്ലതിനല്ല. പിന്നെ ഇതിനൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക. പിന്നെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ലൈക്ക്, ഹൈപ്പ് ഒക്കെ ഇട്ട് നമ്മളുടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തരണം. അത് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ. പിന്നീട് നമുക്ക് പറയാനുള്ളത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പുതിയ ആളുകൾക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു. നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറയാൻ കഴിയുന്നില്ല. എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കാം. അതുകൊണ്ടാകാം. എന്തായാലും ശരി, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന കാർഡാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസാണ്. ഓർക്കുന്നു, കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. നല്ല കാലങ്ങൾ ജീവിതത്തിൽ ഇനിയും വരുമോ എന്ന് സംശയിച്ചു നിൽക്കുന്നു. കാരണം ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം പാസ്റ്റ് മെമ്മറീസ്, ഇവിടെ ഒരു സോൾമേറ്റ് എനർജി കൂടിയാണ് കാണിക്കുന്നത്. എന്തായാലും നല്ലൊരു വൈബാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. നിങ്ങളെ വളരെയധികം നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ചിരുന്നു എന്നാണ്. ധനത്തിനും കാര്യങ്ങൾക്കുമൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്നേഹം, അതിനേക്കാൾ ഉപരി നിങ്ങളോടുള്ള ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്നേഹമായിരുന്നു. കാരണം വെച്ചാൽ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നു. ഫാൻസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് ഫാൻസ്. പുതിയ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. ദൈവികമായ ചിന്തകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് പ്രസൻ്റാണ് ഞാൻ പറയുന്നത്, കടന്നു പോകുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയും ജീവിച്ച ആ ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ടായിരുന്നു. ദൈവികത കാര്യങ്ങളെല്ലാം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫ്രണ്ട് സർക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലായിരുന്നു. പിന്നെ ഇതിലൂടെ ബിസിനസ് കാര്യങ്ങളൊക്കെ, അവർക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അതുപോലുള്ള കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അവർ വളരെ സന്തോഷത്തിലായിരുന്നു എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയ കാർഡ്സ്. എന്നാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ പലതും താളം തെറ്റി എന്ന് തന്നെ പറയാം. കാരണം ഇത് പിന്നെ ഒരു പക്ഷേ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ഒരു പുതിയ പാർട്ടി എന്ന് പറയുന്നത് എക്സ് ആയിരിക്കാം, മാരീഡ് ആണെങ്കിൽ വൈഫായിരിക്കാം. വിട്ടുപോയ ഒരു സന്ദർഭത്തിൽ നിന്ന് വീണ്ടും തിരികെ വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ആ വന്നതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വിഷമിക്കുന്നു എന്നാണ്. വിഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കാം. എങ്കിലും അവരിൽ നിന്ന് വളരെ തിക്തമായ അനുഭവങ്ങൾ കൂടി വന്നിരിക്കുന്നു എന്നാണ്. പലപ്പോഴും ചലഞ്ച് ചെയ്യേണ്ടി വരുന്നു, പിന്നെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു, കയ്യാങ്കളി വരെ നടത്തി കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോൾ അത്രയും ഒരു വിഷമമുണ്ട്. ആ സിറ്റുവേഷൻ നിങ്ങളോട് പറയാൻ മടിയാണ്. കാരണം നിങ്ങളിവിടെ ഇത്രയും സ്നേഹത്തിലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് ഇത് പറയുക എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം സാമ്പത്തികത്തിന് വേണ്ടി തന്നെയാണ് അവരുടെ കൂടെ കൂടിയിരിക്കുന്നത്. കാരണം വെച്ചാൽ പോയിരുന്ന ആൾ പിന്നെ അവരുടെ ലൈഫ് പാർട്ട്ണറായിരുന്നിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അതുപോലെ എടുക്കണം. എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സോ അവർ സാമ്പത്തികം അവരിലൂടെ കുറച്ചും കൂടി ഒരു വളരെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു വ്യാമോഹം കൂടി ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ. എന്നാൽ ഇന്നത്തെ ഈ കണ്ടീഷനിൽ നിന്നിട്ട് ഒരു സ്ട്രെങ്ത് വേണമെന്നും
ഇതിൽ നിന്നെല്ലാം ഒന്ന് പുറത്ത് കിടക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ഇന്നർ സ്ട്രെങ്ത് എല്ലാം നേടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം ആഗ്രഹമുണ്ട് ഇതിൽ നിന്നെല്ലാം ഒന്ന് പുറത്ത് കിടക്കണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നമുക്ക് സൺ വന്നിട്ടുണ്ട്. സൺ കാർഡ് പ്രോസ്പെരിറ്റിയുടെ കാർഡാണ്, അബണ്ടൻസിൻ്റെ കാർഡാണ്, ഫാമിലി കാർഡാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. വീണ്ടും ഈ കാര്യങ്ങൾ എങ്ങനെ പറയും, അവതരിപ്പിക്കും, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ട്രാജഡികൾ സംഭവിച്ചിരുന്നു എന്ന് പറയാൻ ഒരു ചമ്മൽ, നാണക്കേട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം നമുക്ക്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേന് ധാരാളം സ്വത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനം എന്ന് പറയുന്ന സാധനമില്ല എന്നാണ് പറയുന്നത്. അതായത് കണ്ടില്ലേ, എന്നും തമ്മിൽ സ്റ്റണ്ടും വഴക്കും. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് വീണ്ടും പഴയതുപോലെ വരാൻ കഴിയുക എന്നുള്ള ചിന്തയുണ്ട്. ഒന്നിനും കഴിയുന്നില്ല, മനസ്സ് അസ്വസ്ഥമാണ്. പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണം മാത്രമല്ലല്ലോ ജീവിതത്തിലേക്ക്, കണ്ടില്ലേ ഇവിടെ ചതികളും പലതും നടക്കുന്നു എന്നുള്ളതാണ്. ഈ തേർഡ് പാർട്ടി മൂലം ഒരുപാട് ചതിയും നേരിട്ടിരിക്കുന്നു ഈ വ്യക്തി എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങളെ അവതരിപ്പിക്കുക, നിങ്ങളോട് എങ്ങനെയാണ് പറയുക എൻ്റെ ട്രാജഡി, ഞാൻ പോയിട്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയും. ഡെത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു മാറ്റം വരുമെന്ന് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി റിമൂവ് ചെയ്തു പോകും എന്ന് അല്ല ഞാൻ പറയുന്നത്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ അനിശ്ചിതത്വത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നും ഈ വ്യക്തി വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിക്കുമെന്നാണ്. അതായത് അത് ഡിവൈൻ്റെ തീരുമാനമാണ്, കൽപ്പനയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ കൽപ്പന അനുസരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. സർവ്വതും നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കയ്യിൽ നിന്ന് അത്രയും സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ഇപ്പോൾ എല്ലാം തട്ടി മറിച്ച് ഇട്ട് കഴിഞ്ഞ് ഞാൻ മറ്റൊരു വഴി തേടിപ്പോയി. അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു. അതിൽ വളരെ നിരാശനാണ് എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലം വളരെ മനോഹരമായിരുന്നു എന്നും അതെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നും കാണിക്കുന്നു. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് ഈ ആൾ മറയ്ക്കുന്നത് എന്നാണ്. ഇപ്പോൾ ജഗിൾ ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക? തന്ത്രപരമായി രക്ഷപ്പെടണം, അല്ലാതെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിക്കുന്നു. തേർഡ് പാർട്ടിയിൽ നിന്ന് ജഗിൾ ചെയ്ത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പിടിയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. കാരണം ഇപ്പോൾ ധനമൊക്കെയായി, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായി, നിങ്ങളെക്കുറിച്ച് വളരെയധികം നിരാശയോടുകൂടി തന്നെയാണ് ചിന്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളും കുറച്ചൊന്ന് അകന്ന് നിന്നു എന്നുള്ളതും ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളും കുറച്ച് അകന്ന് നിന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ. സ്പോർട്സ് വന്നിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി നിൽക്കുന്ന നിങ്ങളിൽ തന്നെയാണ്. ഒരു എനർജിയൊക്കെ എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്നർ സ്ട്രെങ്തൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്ട്രെങ്തൊക്കെ വരുന്ന പോലെ തന്നെ നമ്മൾ എന്ത് വന്നാലും ശരി, ഞാൻ ഇനി അതിനെ വിട്ടുകൊടുക്കില്ല, ഞാൻ ഇനി അതിനകത്തേക്ക് ഇരുന്നിട്ട് ഈ വേദന മുഴുവൻ സഹിക്കാൻ ഇനി എനിക്ക് കഴിയില്ല, ഞാനിവിടെ ഒന്ന് സ്ട്രോങ് ആയേ പറ്റുള്ളൂ എന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ പിരിഞ്ഞതിൽ വളരെയധികം വേദനിക്കുന്നു, നിരാശയോടുകൂടി ഇരിക്കുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കാർഡ് ഇനി എടുക്കണ്ട എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ധാരാളം ആയിരിക്കുന്നു. അപ്പോൾ അവസാനം ഒരു ഏസ് ഓഫ് സോർട്സും കൂടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പ്രോസ്പെരിറ്റിയും വരും, നിങ്ങൾ ഒരുമിക്കും എന്ന് തന്നെ കാണിക്കുന്നു. വീണ്ടും നിങ്ങൾ ഒരുമിക്കും എന്ന് പറയുമ്പോൾ അത് നിയതിയുടെ അല്ലെങ്കിൽ ഡിവൈൻ തീരുമാനിക്കുന്നത് പോലെ വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. കാരണം
നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, സ്നേഹക്കുറവൊന്നും കാണുന്നില്ല ഇവിടെ. സോൾമേറ്റ് ആയതുകൊണ്ട് അങ്ങനെ സ്നേഹക്കുറവ് പെട്ടെന്നൊന്നും ഇട്ടെറിഞ്ഞു പോകാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണ്. സോൾമേറ്റ്, ടെൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷേ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുന്നുണ്ട് നിങ്ങൾ. ഇനി വീണ്ടും ഇതുപോലെ ഒരിക്കൽ കൂടി ഈ ഒരു അനുഭവം താങ്ങാൻ എനിക്ക് കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടേത്. എന്നാൽ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അഭിമാനക്ഷയം മൂലം പറയുന്നില്ല എന്നുള്ളതാണ്. പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പറയണം, ഇത് സോൾവ് ആകണം, എനിക്കിങ്ങനെ പോയാൽ പറ്റില്ല, വീണ്ടും നിങ്ങളുമായിട്ടൊരു ബന്ധം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പറയാൻ അഭിമാനം സമ്മതിക്കുന്നില്ല. കുറച്ച് ഈഗോയിസ്റ്റ് പേഴ്സൺ കൂടിയാണ്, അതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.